ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർല അഭ്യർത്ഥിച്ചു. जो चर्चा संवाद के लिए जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं, ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें, असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവെക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, S. ജയശങ്കർ, NDA കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി PC വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross-border. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87ആയി. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുഡ് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ രണ്ടാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.